ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടയുടെ ഏവിയേറ്റർ വണ്ടി എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കിറ്റൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് ക്രാങ്ക് സെറ്റ് ചെയ്തിട്ടാണ് സിലിണ്ടർ കിറ്റൊക്കെ മാറ്റിയിട്ട് എഞ്ചിൻ വർക്ക് 1 ഇയർ വാറണ്ടിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനകത്ത് ചെയ്യുന്ന വർക്കിൻ്റെ ഏകദേശം ഒരു ഡീറ്റെയിൽ പറയാം. നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റിന് ചെറിയൊരു പ്ലേ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്രാങ്ക് ലെയ്ത്തിൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുത്താണ്. അത് ചെയ്തേക്കുന്ന ഡേറ്റ് അടക്കം ഇതൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് പഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കൊരു വർഷം ഗ്യാരണ്ടിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് ആ ഡേറ്റ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് പഞ്ച് ചെയ്തത്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. 2820 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരിക. 2820 സിലിണ്ടർ കിറ്റ് മാത്രം. ആ സിലിണ്ടർ കിറ്റ്, സിലിണ്ടർ, പിസ്റ്റൺ, റിങ്സ് അതിനോടനുബന്ധിച്ച് വരുന്ന ഐറ്റംസ്. പിന്നെ അതിൻ്റെ ഹെഡിനകത്ത് തന്നെ ക്യാം ഷാഫ്റ്റ്, റോക്ക് റാം സെറ്റ് ആ യൂണിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടി നല്ല രീതിയിൽ ഡാമേജ് ഉണ്ടായിരുന്നു. അത് ഞാൻ എനിക്ക് മുമ്പത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. പിന്നെ അതിൻ്റെ വാൽവൊക്കെ മാറ്റി, വാൽവ് ഗൈഡൊക്കെ മാറ്റി നമ്മൾ സീറ്റ് ചെയ്തെടുത്താനാണ്. അതും വാറണ്ടിയിൽ നമുക്ക് കിട്ടുന്ന കേസാണ്. അതും ഇവിടെ ഡേറ്റ് പഞ്ച് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ചെയ്തേക്കുന്ന ഡേറ്റൊക്കെ അറിയാനായിട്ട്. പിന്നെ അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ ഹോൾഡറിന് ത്രെഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ത്രെഡ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ഈ 2 ബോൾട്ടും നമ്മൾ ത്രെഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ത്രെഡിലേക്ക് ആക്കി ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അഴിക്കണ കൂട്ടത്തിലുള്ള പിന്നെ അതിൻ്റെ ഓയിൽ, അതേപോലെ ഓയിൽ സീലുകൾ, ഗ്യാസ്കറ്റുകൾ അതൊക്കെ മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് അടക്കം കേട്ടോ. അപ്പോൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം കറക്റ്റായിട്ട് പറയാം. എങ്ങനെയാണ് അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.